ഗൈസ്, ഇത് ഞാൻ ചെറുതായിട്ടൊരു ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുവാണ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്, 2 മുട്ട 3 മുട്ട എടുത്തിട്ട് തിളപ്പിക്കുന്നുണ്ട് ഉപ്പിട്ട്. ഇത് ഇച്ചിരി നമ്മളെ പെരിഞ്ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും സവാളയും വെളുത്തുള്ളിയും ഉപ്പും ഒക്കെ കൂടെ ചേർത്തതാണ്. അപ്പടി ഞാനൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഇതിന് നല്ല മണമുണ്ട്. ഇതിപ്പം എന്താണോ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു മണമുണ്ടേ. മണം മീൻസ് ഒരു കോഴിയിറച്ചിയുടെ മണം. ഇതേ ഞാനിച്ചിരി വെളിച്ചെണ്ണ മൂപ്പിച്ചതോട് എന്നിട്ട് ഇച്ചിരി ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വേവാൻ ഒരു കടിക്കാൻ പറ്റണം, അല്ലാതെ എനിക്ക് ഫ്രൈ ആയി മൊത്തത്തിലിങ്ങനെ സവാള മൂത്ത് കരിഞ്ഞ് അതെനിക്കിഷ്ടമല്ല ഗൈസ്. എനിക്കിച്ചിരി നനവോടിരിക്കണം അത്. സോ ഞാൻ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചെറിയ ബിരിയാണി. പിന്നെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇറച്ചിയൊക്കെ ഇതിൽ ചേർക്കാമായിരുന്നു, മട്ടൻ ചേർക്കാമായിരുന്നു, ചിക്കൻ ചേർക്കാമായിരുന്നു. ബട്ട് ഇതൊന്നും ഇവിടെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോഴേ കുറച്ച് കറിവേപ്പിലേക്ക് ഇടണം. മല്ലിയില എനിക്ക് ഇഷ്ടമേ അല്ല. ചിലപ്പോഴൊക്കെ കറിയിലേക്ക് ഇടും ഗൈസ്, അല്ലാതെ ഞാൻ ഉപയോഗിക്കത്തില്ല. ഇഷ്ടമേ അല്ല മല്ലിയിലയുടെ നാറ്റം, സ്മെല്ല്. പിന്നെ പുതിനയില എനിക്ക് അപ്പോഴും ശ്വാസം മുട്ടും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ഗൈസ്. സോ ഇനി ഈ മുട്ട ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ തൊലിയും കൂടെ തോടൊക്കെ ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് സെറ്റാക്കാം ഗൈസ്. ബാക്കി ഇത്രയും ചോറ് ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഗൈസ്. ഒരു കയ്യിൽ ഇരിക്കുന്നത് ക്യാമറ, ഒരു കൈ വെച്ചുള്ള പരിപാടിയിലായത്. ഇച്ചിരി തേച്ചങ്ങ് ഇട്ടാൽ മതി ഗൈസ്. ഇനിയിങ്ങനെ പെരട്ടിയിട്ടേ നമുക്ക് അരപ്പ് കളയണ്ട ഗൈസ്, നല്ലതാ. ഇച്ചിരി വടിച്ചിടണം, അവിടെ ഇരിക്കട്ടെ. അതെൻ്റെ കോഴിക്കൂട് അല്ല, കോഴിയില്ല ഇവിടെ. നമുക്ക് പൂച്ചയുണ്ട്, പൂച്ച. എന്നിട്ട് ഇതങ്ങ് മിക്സ് ആക്കിയാൽ മതി ഗൈസ്. എന്നിട്ടേ സെറ്റായി ഇങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് ചോറ് നന്നായി വേവണം, അല്ലാതെ ഞാൻ കഴിക്കത്തില്ല ഗൈസ്. ഇഷ്ടമല്ല. അങ്ങനെ ഇതൊരു ഈസി ആയിട്ടുള്ളൊരു റൈസാണ് ഗൈസ്. നല്ല മണമുണ്ട് കേട്ടോ. അപ്പോഴേ ഞാനിതിനകത്ത് അല്പം ഈ മുട്ട അങ്ങോട്ട് തൊലിച്ച് സെറ്റാക്കി നോക്കട്ടെ ഗൈസ്. മുട്ടയൊക്കെ പതച്ച് വേവുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഈ മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഓരോന്നായിട്ട് ഇച്ചിരി കുരുമുളകും ഉപ്പും കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത്. ഇങ്ങനെയാണ് ഞാനിവിടെ റൈസ് ഉണ്ടാക്കി വെച്ച് രക്ഷപ്പെടുന്നത് ഗൈസ്. പെട്ടെന്നൊരു റൈസ്. എന്നിട്ടേ ക്ലോസ് ആക്കി ഇങ്ങ് വെച്ചാൽ മതി ഗൈസ്. നമ്മൾ എടുക്കുമ്പോൾ സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ റൈസ്? ഓക്കെ, ബൈ. പൂച്ചയും വന്ന് മണം കേട്ട്